വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് നമ്മൾ വീണ്ടും ഒരുപാട് കാലത്തിന് ശേഷം ഡ്രോയിങ് ചാലഞ്ച് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ചാലഞ്ച് ആണ് ഗൈസ് ഡ്രോയിങ്. ഇവരിതാണ് മെയിൻ ആയിട്ട് കാര്യന്റെ വര എപ്പോഴും ബാക്കോട്ടാണ്. പക്ഷെ എന്നാലും ഞാൻ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഡ്രോ ചെയ്തിട്ട് നമ്മൾ പൈസ വിൻ ചെയ്യണം. അതാണ് ഇന്നത്തെ ചാലഞ്ച്. നമ്മൾ ഓരോ റൗണ്ടിലും പൈസ കൂട്ടി കൂട്ടി വെക്കാൻ പോവാണ് ഗൈസ് ഈ ചാലഞ്ചില്. അതായത് നമ്മുടെ കഴിവുകൾ ഇന്ന് നമ്മൾ വെറുതെ ഉപയോഗിച്ച് ഫസ്റ്റ് നേടുക മാത്രമല്ല, അതിന്റെ കൂടെ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി കൂടി നമ്മൾ ഇന്ന് നേടാൻ വേണ്ടി. അപ്പൊ അതിനുള്ള സാമഗ്രികളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. എന്താ ചാലഞ്ച് എന്നുള്ളത് സല്ലു നമുക്ക് പറഞ്ഞുതരും. സല്ലു പറഞ്ഞുതരും. ഇതിന്റെ റൂൾസ് ഒക്കെ കൃത്യമായിട്ട് കേൾക്കുക. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓരോ റൗണ്ടിലും 3 ഒബ്ജക്റ്റ് വീതം കൊണ്ടുവയ്ക്കും. ഓരോ ഒബ്ജക്റ്റിനും ഓരോ പ്രൈസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പെന്ന് കൊണ്ടുവച്ചു, ഒരു പെൻസിൽ കൊണ്ടുവച്ചു, ഒരു വലിയ ടെഡി ബിയറിനെ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം. പെൻസിൽ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കിട്ടും. പെന്ന് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയൊരു എമൗണ്ട് കിട്ടും. ഇനി ടെഡി ബിയർ ആണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ എമൗണ്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ആ റൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് വരയ്ക്കണം എന്നുള്ളത്. പക്ഷെ 10 മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചൂസ് ചെയ്യുന്ന പിക്ചർ ഏതാണോ അത് 10 മിനിറ്റിനുള്ളിൽ വരച്ച് കഴിയുന്നു നിങ്ങൾക്ക് ഉറപ്പുള്ളത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചാടി കയറിയിട്ട് പൈസ കൂടുതലുള്ള എടുത്തിട്ട് പണിയാവരുത്. അപ്പൊ ആ പൈസ റൗണ്ട് പോയിപ്പോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റൗണ്ടിൽ പൈസ കിട്ടില്ല. ടൈം മാനേജ്മെന്റ് ആണ് സത്യം പറഞ്ഞ എല്ലാം അർത്ഥം. അതെ, നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചൂസ് ചെയ്യണം എന്ത് വരയ്ക്കണം, എന്ത് വരയ്ക്കേണ്ട, 10 മിനിറ്റ് കൊണ്ട് എന്ത് വരയ്ക്കാൻ പറ്റും, ഏതാണ് പോസിബിൾ, ഏതാണ് ഇമ്പോസിബിൾ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പൈസ ഏൺ ചെയ്യാൻ. അത്യാഗ്രഹം ആപത്ത്. ഓരോ റൗണ്ട് കൂടുമ്പോഴും പ്രൈസ് മണിയും കൂടും, ഒബ്ജക്റ്റിന്റെ ടഫ് ആയിരിക്കും. പൈസ കൂടുതൽ വേണേ ടഫ് ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാലഞ്ചിന്റെ ഒരു ഉദ്ദേശം. അതെ, ഓക്കെ. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞങ്ങൾ റെഡിയാണ്. ഒന്നാമത് ഡ്രോയിങ് ചാലഞ്ച് ആണ്, പിന്നെ അത്യാവശ്യം പോക്കറ്റ് മണിയും കിട്ടുന്ന നിറച്ച് സ്കെച്ച് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേ ചിത്രം വരച്ച് കഴിഞ്ഞാൽ കളർ ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ചിത്രം വരച്ച് കളർ ചെയ്യണം, തന്ന ഒബ്ജക്റ്റിനോട് അടുത്ത് നിൽക്കണം. തീരെ ബന്ധമില്ലാത്ത രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞൊക്കെ അവിടെ ഇവിടെ ചെറിയ ചെറിയ 10 മിനിറ്റല്ലേ സമയമുള്ളൂ. എക്സ്ക്യൂസസ് ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം. റെഡി? കണ്ണിറന്നോ? കപ്പ്, പ്ലേറ്റ്, ആപ്പിൾ 100 രൂപ വരച്ചാല് കപ്പിന് 200 രൂപ, പൈനാപ്പിൾ 500 രൂപ. ഭയങ്കര ടഫാണല്ലോ അല്ലേ? പൈനാപ്പിള് വരച്ച 500 രൂപയാണ് കിട്ടുക. അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം അല്ലേ? എന്ത് വേണേലും ചൂസ് ചെയ്യാം. വേണം 3 പേർക്കും ആപ്പിൾ ചൂസ് ചെയ്യാം, വേണം 3 പേർക്കും കപ്പ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 3 പേർക്കും പൈനാപ്പിൾ ചൂസ് ചെയ്യാം. പക്ഷെ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. പക്ഷെ ആലോചിക്കാൻ ഒരു സമയം തരാലോ. അത് നിങ്ങൾ എടുത്തോ. പൈനാപ്പിൾ ആണെങ്കിൽ 500 രൂപ കിട്ടും. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് ഇത് വരച്ച് കളർ ചെയ്ത് തീരണം. ഇതിപ്പോ തീരുമാനിക്കാൻ കുറച്ച് പാടാ. എനിക്ക് തോന്നുന്നു ഞാൻ പൈനാപ്പിൾ വരയ്ക്കാൻ. എനിക്കതല്ല, എനിക്ക് വരയ്ക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും കൂടിയാണ്. അപ്പൊ പിന്നെ അതിന്റെ മുകളിൽ ഡിസൈൻ ഒക്കെ ഉണ്ട്. അത് ഞാൻ ചിലപ്പോ പണിയാക്കും. അതിനോണ്ട് ഞാൻ പൈനാപ്പിൾ ഉറപ്പിച്ചു. ഞാനും പൈനാപ്പിൾ ആണ് വരയ്ക്കുന്നത്. 10 മിനിറ്റ് ഞാൻ പൈനാപ്പിൾ. ഞാൻ എന്താ വരയ്ക്കുക? എനിക്ക് പേടിയായിട്ട് കപ്പിന്റെ ആ ഷേപ്പ് ചിലപ്പോ കൊളാവുമോ എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ടാണ് ഞാൻ കപ്പിലേ പോവുക. പിന്നെ ആപ്പിൾ ആവുമ്പോ ഭയങ്കരമായിട്ട് പൈസ കുറഞ്ഞു പോകും. പൈനാപ്പിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? ട്രൈ അപ്പൊ ഒരു റൗണ്ടില് എല്ലാരും 500 രൂപയ്ക്കാണ് മത്സരിക്കുന്നത്. ഞാനും പൈനാപ്പിൾ മിക്സ് ചെയ്തു. ഓക്കെ, കളർ ചെയ്യണം, വരയ്ക്കണം. ഉറപ്പല്ലേ? ഉറപ്പ്. ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഒരു പൈസയും കിട്ടൂല അല്ലേ? ഒരു പൈസയും കിട്ടില്ല. ഓക്കെ, ഉറപ്പ്. ഇത്രയും ചാലഞ്ചിങ് ആയിട്ട് എടുക്ക്. റെഡിയാണോ? റെഡി. Your time starts now. ഓക്കെ. ടെൻഷൻ ആവല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ ആണ് ഗൈസ് ഞാൻ കൊടുക്കുന്നത്. ഞാനും അതേപോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ട് പെൻസിൽ വെച്ചിട്ടൊരു ഔട്ട്ലൈൻ കൊടുക്കണം ഗൈസ്. ഞാനും ഇവിടെ ഔട്ട്ലൈൻ കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ കൊടുത്തത് തെറ്റി. ഇതെങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ വരയ്ക്കണ്ടേ? വരയ്ക്കണം. ഞാനിതിങ്ങനെ വരച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. വേറെ ഇതെടുത്താൽ ഞാനും ഏകദേശം അതിന്റെ ഒരു ഷേപ്പ് വരച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാനും ഏകദേശം ആ ഒരു ഷേപ്പിലോട്ട് എത്തിക്കുകയാണ് ഗൈസ്. 1 മിനിറ്റ് കഴിഞ്ഞേ. ഇത്ര പെട്ടെന്നോ? 1 മിനിറ്റ് ഒക്കെ എത്ര പെട്ടെന്നാ പോകുന്നല്ലേ? ഏകദേശം ഞാനൊന്ന് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി കളർ എടുക്കുക ഗൈസ്. ഇത് മതി. ഇനി എവിടെ കളർ? ഇവിടെ
ഞാൻ അതിന്റെ ഈ എൻഡ് ഭാഗം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക ഗൈസ്. ഞാനിപ്പോഴും ഈ ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞിട്ടില്ല. 2 മിനിറ്റിന്റെ അടുത്ത് ഏകദേശം ആവാനായി. 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ കളർ കൊടുക്കാൻ പോവാണ് ഗൈസ്. ഇങ്ങനത്തെ ഒരു കളറിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഔട്ട്ലൈൻ ഞാൻ നേരത്തെ വരച്ചോന്നേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഈ 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ അറിയുള്ളൂ. 5 സ്പീഡിൽ ഓരോന്നും ചെയ്യാൻ ഗൈസ്. 5 വളരെ സ്പീഡിലാണ്. ഞാൻ മുള്ളുകൾ വരയ്ക്കുക ഗൈസ്. മുള്ള്. ഈശ്വരാ, ഞാൻ ആദ്യമായിട്ടാ പൈനാപ്പിൾ വരയ്ക്കുന്നത്. ഞാനും ആദ്യമായിട്ടാ പൈനാപ്പിൾ നമ്മൾ കാണുമ്പോൾ കോമൺ ആയിട്ടുള്ള സാധനം, പക്ഷെ അതൊന്നും ഇതുവരെ വരച്ചു നോക്കിയിട്ടില്ലല്ലോ. ഇപ്പൊ സമയത്തുണ്ട് 7 മിനിറ്റും 14 സെക്കൻഡും ബാക്കി. പൈനാപ്പിളിന്റെ ഷെയ്ഡിംഗ് ഒക്കെ കറക്റ്റ് ആവണേ. മഞ്ഞ തരും. മഞ്ഞ ഉണ്ടോ? മഞ്ഞ വേറെ മഞ്ഞ അതല്ല, വേറെ മഞ്ഞ. ആ മഞ്ഞല്ല, വേറെ മഞ്ഞാണ്. നല്ല മഞ്ഞാണ്. മഞ്ഞയുടെ അത് ആൽക്കഹോൾ വർക്കറാണ്. അത് അതുകൊണ്ട് പറ്റൂലേ? ഇല്ലെന്ന് വേറെ ഈ മഞ്ഞ ഗൈസ്, ഞാനിതാ ഏകദേശം പൈനാപ്പിൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഞാനിത് ഇവിടെ മഞ്ഞ അടിച്ചു, വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാനിവിടെ ഈ പെൻസിൽ കൊണ്ടാക്കിയപ്പോ ഗൈസ് ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്, പക്ഷെ അത് അതിന്റെ ഷെയ്ഡ് പോലെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് അവിടെ നിന്നോട്ട് വിചാരിച്ചു. ഗൈസ്, ഇവരെല്ലാരും മുള്ളു വരച്ചിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും കുറച്ച് മുള്ളു വരയ്ക്കുന്നുണ്ട്. ഞാൻ പൈനാപ്പിൾ വരച്ച് ഇനി കളറിങ്ങിലേക്ക് കടക്കാണ്. ഇതൊരു വലിയ ടാസ്ക് ആണ് ഗൈസ്. നല്ല ലൈറ്റ് കളർ എവിടെയെങ്കിലും ഉണ്ട് ഇതില്. ഇതെടുത്തോടെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. 52 സെക്കൻഡ് ബാക്കിയുള്ളൂ. 4 മിനിറ്റ് 52 സെക്കൻഡ് ബാക്കി. എന്താ ഇവിടെ നടക്കുന്നത്? ഇത് ഞാൻ പൊട്ടിയാണ് എനിക്ക് ഏകദേശം തോന്നുന്നത് കേട്ടോ. യെല്ലോ നല്ല യെല്ലോ ഇല്ലേ? ഒരു യെല്ലോ ഈ യെല്ലോ അല്ലത്, ഇത് വേറെ യെല്ലോ. ആൽക്കഹോൾ മാർക്കർ യൂസ് ചെയ്യാൻ പറ്റില്ല. ആൽക്കഹോൾ മാർക്കർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കുറച്ച് ലൈറ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. സമയം പോണതാ. സമയത്തുണ്ട് 4 മിനിറ്റും 15 സെക്കൻഡും ബാക്കി. ഇത് ഞാൻ വിചാരിച്ച പോലെ എന്റെ കയ്യിൽ നിൽക്കുന്നില്ല ഗൈസ് ഈ കളർ. ഇനി എവിടെ പച്ച? ഞാൻ കളറിങ് തുടങ്ങി. എനിക്ക് ശരിക്കും ഇതിനൊരു ഔട്ട്ലൈനും കൂടെ കൊടുക്കാണ്ട് ബ്ലാക്ക് സ്കെച്ച് പെൻ കൊണ്ട്, പക്ഷെ അതിനുള്ള സമയം ഉണ്ടാവോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോ കണികളുടെ അരി പോലെ ഉണ്ടല്ലോ കുറച്ചോനെ. വരാൻ പോവല്ലേ? കണ്ടോ ഏകദേശം ആ ഒരു ലുക്കില്ലേ? അങ്ങോട്ടേക്ക് നോക്കാനുള്ള സമയമില്ല. ഇപ്പൊ നോക്കണ്ട. ഇതുപോലെ വരണം. ഏതുപോലെ? അത് ഞാൻ ഡയറക്ഷൻ മാറി വരച്ചോണ്ടാ. ആരൊക്കോ ടേബിൾ നന്നായിട്ട് അളക്കുന്നുണ്ട്. ഞാനായിരിക്കും, ഞാൻ കളർ ചെയ്യുന്നതിന്റെ തിരക്കില്ലേ. സമയത്തുണ്ട് 3 മിനിറ്റ് 22 സെക്കൻഡ് ബാക്കി. 3 മിനിറ്റേ ഉള്ളൂല്ലേ? ഈ പെട്ടെന്ന് വരയ്ക്കുക എന്നുള്ള പരിപാടി ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലാതാ തോന്നുന്നത്. ഒരു ലൈറ്റ് വെച്ച ആരെങ്കിലും കയ്യിലുണ്ടോ? ലൈറ്റ് വെച്ചാ ഓ, ഒരുപാട് വെച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയോ വെച്ചുണ്ട്, ഇഷ്ടമുള്ള വെച്ചെടുത്തോ. ഈ ലൈറ്റ് വെച്ചിട്ട് കളർ തീർന്നു ശ്രീ. ലൈറ്റ് വെച്ചിട്ട് കളർ തീർന്നേ. വല്ല കപ്പങ്ങാനും വരച്ചാ മതിയായിരുന്നു. ഒരു അഹങ്കാരത്തിന് പോയിട്ട് ഇത് ചൂസ് ചെയ്തതാണ് ഇപ്പൊ പറ്റിയത്. എല്ലാരും അഹങ്കാരത്തിന് പിന്നാലെ വന്നു. അതെ, സമയത്തുണ്ടല്ലോ. 1 മിനിറ്റും 40 സെക്കൻഡും ബാക്കി. സ്ട്രെസ് ആയിട്ടുള്ളൊരു ചാലഞ്ച് ആയി പോയല്ലോ. പെട്ടെന്ന് ആരെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഒരിക്കലും പൈനാപ്പിൾ വരയ്ക്കരുത്. ഞാനിത് അവിടെ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താ കളറുകളാണ് ഗൈസ് കുറച്ച് ഇങ്ങനെ പ്രശ്നമായിട്ടുള്ളത്. ഒരുപാട് കളർ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നമായത്. സത്യം പറഞ്ഞാല് കളറുകളിലാണ് അങ്ങോട്ട് ഒരു എയിം കിട്ടാത്തത്. ബ്രൗൺ പോലത്തെ കളർ ഇല്ലേ? ലാസ്റ്റ് 1 മിനിറ്റ്. ഇതിന് ഈ മഞ്ഞ വേറെ മഞ്ഞ ഇല്ലേ? ഇനി അവസാന നിമിഷം കൊണ്ട് കല ഉടയ്ക്കാൻ വയ്യ എനിക്ക്. ഏകദേശം കഴിയാനായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലൊരു ഫൈനൽ ടച്ചിലാണ്. മറ്റേ സ്കെച്ച് അതെനിക്ക് അല്ല, അതല്ല അത് സ്കെച്ച് അല്ല, അത് റബ്ബർ. 9 8 7 5 4 3 2 1. പൈനാപ്പിൾ വരച്ച് കഴിഞ്ഞു. എന്താ ഇവിടെ ഉണ്ടായേ? ഒരു അതിനൊക്കെ ഔട്ട്ലൈനും കൊടുത്തോ? അതെ, ഇതാണ് ഗൈസ് ഞാൻ കണ്ട പൈനാപ്പിൾ. ഇതാണ് ഞാൻ വരച്ച പൈനാപ്പിൾ. ഇത് ഏതാണ് സല്ലൊരു രസമായിട്ട് തോന്നുന്നത്? ഗൈസ്, ഞങ്ങൾ വരച്ച പൈനാപ്പിളിന്റെ ഈ കാണുന്ന പൈനാപ്പിൾ ആണ്.
ഈ പൈനാപ്പിളിനായിട്ട് സാമ്യമുള്ള പൈനാപ്പിൾ ഏതാണ്? ഇതിലേതാണ് ഈ സാമ്യമുള്ള പൈനാപ്പിൾ? ഞാനിത് ഇങ്ങനെയാ തോന്നുന്നു വരച്ചത് അല്ലേ? എല്ലാരും ഒക്കെ തന്നെ വരച്ച്. ഞാൻ ഒരുപോലെ തന്നെയാണ് വരച്ചത്. അതെ. അല്ല ഷാമി ഈ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വെർട്ടിക്കൽ ആയിട്ടാ വരച്ചത്. ഇതൊക്കെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ ഇലകളൊന്നും ഇതിൽ വന്നില്ല. എന്റെ ഇലകൾ വന്നില്ല. ഇവിടെ ബാക്ക് ഇലകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ better ആവുമായിരുന്നു. ചാമിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കളറ് ചെറുതായിട്ട് മാറിപ്പോയി. അതാണ് ഇപ്പൊ ഇതിൽ കാണുന്ന പ്രശ്നം. പിന്നെ 5-ന്റേതാണ് കുറച്ചുകൂടെ ഇലകളൊക്കെ ഉള്ളതില്ലേ, ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ 10 മിനിറ്റ് സമയമാണ് തന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോമിക് ആയിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ, അത്രയും റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടില് 5 വിജയിച്ചിരിക്കും. വരയ്ക്കാറില്ല അവരുടെ ഫസ്റ്റ് 500 രൂപ 5 കൊണ്ടുപോയി. സത്യമാണ് എനിക്ക് വരയ്ക്കാൻ അറിയില്ല. എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ഇത് കിട്ടി. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നു. ഇനി വരുന്ന സമയത്ത് എമൗണ്ട് കൂടും. അപ്പൊ ടഫിന്റെ ലെവലും കൂടും. അതാണ് ഇപ്പൊ പറയാൻ വരുന്നത്. ടഫിന്റെ ലെവലും കൂടും. അപ്പൊ അതിനനുസരിച്ചുള്ള ഡീറ്റെയിലിംഗും വേണ്ടി വരും. ഓക്കെ കുറച്ചും കൂടെ 10 മിനിറ്റ് കൂടെ സമയം ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ഇതിന്റെ പൈസയോ? ഞാനിത് പ്രതീക്ഷിച്ചില്ല. മോട്ടിവേഷൻ ആണ് ശരിക്കും. അതെ, ഓക്കെ റെഡി ബിരിയാണിയോ? ബിരിയാണി 1000 രൂപയ്ക്ക് ബിരിയാണി വരയ്ക്കാനോ? ബിരിയാണി വരച്ച 1000 രൂപ, കാറ് വരച്ച 500 രൂപ, ഡിഫൻഡർ വരച്ചാൽ 500 രൂപ, ഹെഡ്ഫോൺ വരച്ചാൽ 200 രൂപ. ഇതിപ്പോ എന്താ കഥ? ഒരു പൈസ കിട്ടൂലോ. ഇതിപ്പോ കുറച്ച് എങ്ങനെ വരയ്ക്കാനാണ്? ബിരിയാണിയിൽ ഇത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടാവണം. ഈ റൈസ് ഉണ്ടാവണം, ചിക്കന്റെ കാലിങ്ങനെ പൊങ്ങി നിക്കണം അല്ലേ? അതൊന്നും നടക്കൂല കേട്ടോ. ഇത് നിങ്ങൾ ആ സൈഡിൽ നിന്ന് കാണുന്ന നിങ്ങളെ സൈഡ് വ്യൂ വരയ്ക്കാം. ഡിഫൻഡറിൽ കൊറേ ഇതുണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പൊ ഹെഡ്ഫോൺ വരച്ചാൽ നിങ്ങൾക്ക് 200 രൂപ, കാർ വരച്ചാൽ 500 രൂപ, ബിരിയാണി വരച്ചാൽ 1000 രൂപ. ഈ ഹെഡ്ഫോൺ ഇങ്ങനെ കിടക്കുന്ന രീതി തന്നെ വരയ്ക്കണ്ടേ? അത് കുറച്ച് നല്ലപോലെ നിർത്താലോ. ബിരിയാണി ഇങ്ങനെ വരയ്ക്കാന്ന് ആലോചിക്കുന്നത്. 500 രൂപ കിട്ടല്ലോ. 500 രൂപ കിട്ടിയപ്പോ മോട്ടിവേഷൻ ആയില്ലേ? അല്ല, ശരിക്കും കളറിക്കലാണ് ഒരു ബുദ്ധിമുട്ട്. പാത്രം വരയ്ക്കാൻ എളുപ്പല്ലേ? പാത്രം വരയ്ക്കാൻ ഇതിപ്പോ അവസാനം ഒന്നും കിട്ടണ്ടാവൂല. തീരുമാനിച്ചോ? ഡിഫൻഡറിന്റെ ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല, അതിൽ ഒരുപാട് പണിയുണ്ട്. ഒന്നുകിൽ ബിരിയാണി അല്ലെങ്കിൽ ഹെഡ്ഫോൺ. ഹെഡ്ഫോൺ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ബിരിയാണി 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 ബിരിയാണി. എനിക്ക് നേരത്തെ പൈനാപ്പിൾ എടുത്ത് ഓർമ്മണ്ട്. എനിക്ക് പേടിയുണ്ട്. ഇതിപ്പോ കാലിങ്ങനെ നിക്കുന്നുണ്ട്, റൈസുകളുണ്ട്. എന്നാൽ 1000 രൂപയാണ്. പോയോ പോട്ടെ, വേണ്ട ഞാൻ ഹെഡ്ഫോൺ ഉറപ്പിച്ച് 100 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഹെഡ്ഫോൺ മര്യാദക്ക് നിൽക്കൂസല്ലോ. അതോ ഹെഡ്ഫോൺ അങ്ങനെ വെച്ചിട്ടുണ്ട്. മതി മതി മതി. ഓക്കെ, ഹെഡ്ഫോൺ അങ്ങനെ വരയ്ക്കാം, ബിരിയാണി ഇങ്ങനെ വരയ്ക്കാം, ഡിഫൻഡർ വരയ്ക്കുന്നേ ഇല്ല. നോക്കാം. അപ്പൊ ശ്രീ എന്താ ചൂസ് ചെയ്യുന്നേ? ഹെഡ്ഫോൺ. ബിരിയാണി. എന്തെങ്കിലും ചാഞ്ചാട്ടോ എങ്ങോട്ട്? എനിക്ക് ബിരിയാണി വരച്ച നമുക്ക് പറ്റൂ ഷാമേ, നമുക്ക് പറ്റൂ. നല്ല ബ്ലൂ ബൗള്, ഡാർക്ക് കളറ് ചിക്കൻ, ലൈറ്റ് കളറ് റൈസ്, പറ്റും. ഒറ്റടിക്ക് കിട്ടിയില്ലേ? ഞാൻ ഡിഫൻഡർ വരയ്ക്കാൻ പോയി. എനിക്ക് ഡിഫൻഡർ മതി. ഞാൻ ഡിഫൻഡർ. ഓക്കേ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. 3 2 1 സ്റ്റാർട്ട്. ആ പിന്നിന്റെ സെറ്റ് ഒന്ന് തരൂ. എന്തായാലും നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല. ആദ്യം തന്നെ പാത്രം വരയ്ക്കാം ഗൈസ്, അതാണല്ലോ കുറച്ച് എളുപ്പം. ഗൈസ് ഞാനിത് അവിടെ ഡിഫൻഡർ സ്റ്റാർട്ട് ചെയ്ത് വല്ലാത്തൊരു തീരുമാനം ഞെട്ടിച്ചു കളഞ്ഞു. അത് ഞാൻ വേറെ എനിക്ക് ആ ബിരിയാണി പിന്നെ എനിക്ക് കളറൊക്കെ അങ്ങനെ കിട്ടുമെന്നൊക്കെ ഒരു ടെൻഷൻ ആവുക. അതാണ് എനിക്കും ടെൻഷൻ. എനിക്ക് കളർ കൊടുക്കുന്നതാണ് ബുദ്ധിമുട്ട്. ഞാനിപ്പോ ബൗള് വരച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ബൗള് വരയ്ക്കാൻ എളുപ്പമാണ്. ഞാൻ ഫസ്റ്റ് എന്റെ കളറിലാണ് ഗൈസ് തുടങ്ങിയത്. കാരണം ഇനിയിപ്പോൾ കളർ ചെയ്യാനായിട്ട് വേറൊരു ടൈം ചിലവാക്കണ്ടെന്ന് വിചാരിച്ച് ഉള്ള സമയം കൊണ്ട് ഇത് മര്യാദയ്ക്ക് വരയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഫുള്ള് പിങ്ക് ഹെഡ്ഫോൺ ആയതുകൊണ്ട് നമുക്ക് പിങ്കിന്റെ തന്നെ ഷെയ്ഡ്സ് യൂസ് ചെയ്താൽ മതിയാവും ഇതിന്. പിന്നെ അടുത്തൊരു തട്ടരുതേ, അടുത്തൊരു സർക്കിൾ ഇവിടെയാണ് വരുന്നത് ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട് ആയിരുന്നു, തിരിഞ്ഞുപോയോ? തിരിഞ്ഞുപോയി. ഞാൻ കോഴിന്നൂടെ ഞാൻ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. ഇത് കളർ ചെയ്ത് ശരിയാക്കാന്നുള്ളൂ. ഞാൻ പരി ചോറ് തന്നെ വരയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ സാധനം എടുക്കാതിരുന്നത്. അതിന് പെയിന്റിലാണ് ഷാമിയതാ ഈ സാധനം കൂടെ എടുക്കുക.
ഇതില് പെയിന്റിങ്ങിലാണ് കാര്യം പറഞ്ഞ പോലെ. അതെ, അതിലാണ് ഫുൾ ഷെയ്ഡിങ്ങിന് പിടിച്ചു പോകണം. അതെ. സമയത്തിനുണ്ട്. അയ്യോ, അത് ചോദിക്കാൻ മറന്നുപോയി. 7 മിനിറ്റും 48 സെക്കൻഡും ഓ ഇപ്പൊ തന്നെ 3 മിനിറ്റ് പോയോ? ഇത് ഡിഫൻഡർ ആണോ അല്ലേ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എനിക്കൊന്നും മനസ്സിലാവില്ല. അംബാസിഡർ വരെയുണ്ട് ഡിഫൻഡർ. ഗൈസ്, ഞാൻ ബ്ലൂ കളർ ബൗളിന് കളർ ചെയ്തോണ്ടിരിക്കാണ്. കളറ് കുഴപ്പമില്ല, നല്ല കളറാണ് കേട്ടോ. നേരത്തെ ഈ കളറിൽ പാളിപ്പോയി, അതുകൊണ്ട് ഞാൻ കളറിൽ കുറച്ച് ശ്രദ്ധിച്ചു. നല്ല അട്രാക്റ്റീവ് കളറിന്റെ ഞാൻ എടുത്തിട്ട് ബ്ലൂ. ഗൈസ്, ഞാനിത് ഇവിടെ ചെറിയൊരു സംഭവം ആ ഹെഡ്ഫോണിൽ വരുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ ഡാർക്ക് പിങ്ക് യൂസ് ചെയ്തു. ബാക്കി ഫുള്ള് ഇതേ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഈ കാറ് വരയ്ക്കുക? അതല്ലേ പറഞ്ഞത്. തോറ്റു. സംശയം. 5 മിനിറ്റും 20 സെക്കൻഡും ബാക്കി. 5 മിനിറ്റ്. അതിലിപ്പോ ഏത് കളറാണ് ബുദ്ധിമുട്ട്. ഗൈസ്, ഞാൻ അരിമണികൾ ഓരോന്നോരോന്നായി വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓരോന്നോരോന്ന് വരയ്ക്കുമ്പോ സമയം കൂടി ഒന്ന് ചോദിക്കേ. സമയം നല്ല പോകുമ്പോ 4 മിനിറ്റ് 30 സെക്കൻഡ് ബാക്കി. കുറച്ചുകൂടെ വലിയ ചിക്കനെ. കാർ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ കാറിൽ ഞാൻ കളർ ചെയ്യും. ഈ കാറിൽ കളർ ചെയ്തിട്ട് നിങ്ങൾ കണ്ടാ മതി. എവിടെ കളർ? അവിടെ എവിടെ ഒരു ആഷ് കൊടുത്തിരുന്നു? ആരെടുത്തിരുന്നോ? ഒരു ബ്ലൂ കളർ തരും. ഈ ബ്ലൂ അല്ലല്ലോ, ആ ബ്ലൂ. ഗൈസ്, ബിരിയാണി കളർ കിട്ടി ഗൈസ്. ഫൈനലി കിട്ടി. ബിരിയാണി ചോറിന്റെ കളർ ആ ചോറിന്റെ കളർ കിട്ടി. ഈ 3 മിനിറ്റേ ബാക്കിയുള്ളേ. എന്റെ ഹെഡ്ഫോൺ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് 1 മിനിറ്റ്. എന്റെ ഏകദേശം കഴിഞ്ഞു ഗൈസ്. ഞാൻ കാണുന്ന ഹെഡ്ഫോൺ ഇതാണ്. ഇതിന് കൂടുതൽ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അത്രേ കാണുന്നുള്ളൂ. എന്റെ ഡിഫൻഡർ ഇതാ ഗൈസ്, ഈ കാണുന്നതാണ് എന്റെ ഡിഫൻഡർ. ഞാൻ ഇനി ബാക്കി ഒരു കുഞ്ഞു പോർഷൻ കൂടി കളർ കൊടുക്കാണ്ട്, പക്ഷെ നേരത്തെ ചെയ്ത കളർ കാണുന്നില്ല. ലാസ്റ്റ് 30 സെക്കൻഡ്സ്. ബാക്കി കളർ ഞാൻ കഷ്ടപ്പെട്ട് ഓരോ അരിമണിയും പെറുക്കിയും കൊണ്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 200 രൂപ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച പോലെ ഏകദേശം എനിക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. അതിലെനിക്ക് ഞാൻ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വരച്ചതിൽ കുഴപ്പമില്ലാതെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ടൈം ആയി. ഒന്നും പറയാനില്ല, കാരണം ഡിഫൻഡർ ആണ് വരച്ചത്. 10 മിനിറ്റിനുള്ളിൽ ഡിഫൻഡർ ഒന്നും വരയ്ക്കാൻ ഇത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ കുറച്ച് പഴയ വണ്ടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ ഗൈസ്, ഞാൻ 10 മിനിറ്റ് കൊണ്ട് വരച്ച ഹെഡ്ഫോൺ, ഞാൻ കണ്ട ഹെഡ്ഫോൺ ഇതാണ്. അതിൽ ബട്ടൺ അടക്കം ഞാനിത് ഇവിടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉള്ളിൽ ചെറുതായിട്ട് ഡാർക്കായി വരും, ഇവിടെ കുറച്ച് ഇതിങ്ങനെ ഔട്ട്ലൈൻ ആയിട്ട് വരും. പിന്നെ ഇവിടെ ഞാൻ കളർ ഷെയ്ഡ്സ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, കൃത്യമായിട്ട് ഈ ലൈന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്റെ ഹെഡ്ഫോൺ. ഇതാണ് ഗൈസ് ഞാൻ 10 മിനിറ്റ് കൊണ്ട് വരച്ച ബിരിയാണി. ബ്ലൂ കളർ ബോള്, പിന്നെ 2 ചിക്കൻ പീസ് അതിലിങ്ങ് കാണാം. ആ ചിക്കൻ പീസ് ഇങ്ങനെ മുകളിലോട്ടേക്ക് നിൽക്കുന്ന പോലെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അരിമണിയാണ്. ചോറ് ഇതെനിക്ക് എക്സാമ്പിൾ ആയിട്ട് തന്ന ഹെഡ്ഫോൺ, ഇത് ഞാൻ വരഞ്ഞ ഹെഡ്ഫോൺ. ഏകദേശം ഒരേപോലെ ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അത് ഒരേപോലെ ഉണ്ട്. ഇത് എനിക്ക് തന്ന ബിരിയാണി, ഞാൻ വരച്ച ബിരിയാണി. ബിരിയാണി മാക്സിമം പോയാൽ ഇങ്ങനെ അല്ലാതെ വരയ്ക്കാൻ പറ്റില്ല. അതെ, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം വേണം. ഇത് അത് പൊതുവേ അതിന് തലതിരിച്ചിലുണ്ട്. ഇത് ഡിഫൻഡർ, ഇത് ഡിഫൻഡർ. അതെ, അത് കറക്റ്റ് മോഡിഫൈ ചെയ്ത പോലെ സ്കൂൾ ബസ് ഒക്കെ പോലല്ലേ? സ്കൂൾ ബസ് പോലെയുള്ള അങ്ങനത്തെ ഒരു എന്തായാലും ശല്യം എനിക്കില്ല. 500 രൂപ തന്നെ തല്ലു ഞാൻ. തീരുമാനം എനിക്ക് എന്തായാലും വേണ്ട. സ്ക്രീനിന്റെ ഏകദേശം ഒക്കെ ഓക്കെയാണ്. എന്റെ കുഴപ്പമുണ്ടോ? എന്റേതും ബിരിയാണി അത്രേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വരയ്ക്കാൻ പറ്റില്ല. അതെ, ഓരോ അരിമണിയൊന്നും വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഷാമിക്കും ശ്രീക്കും ഈ റൗണ്ടിൽ പ്രൈസ് ഉണ്ട്. ചെറുതായിട്ട് ഷെയ്ഡ് തോന്നില്ല. ഈ സാധനം കോമ്പിനേറ്റ് വെച്ചിട്ടുണ്ടോ? ശ്രീക്കുള്ള 200. താങ്ക് യു. ഉണ്ടോ? ചാലഞ്ച് ഏറ്റെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ഇല്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ അരിമണിയൊക്കെ ചിക്കൻ ഇപ്പൊ ഞാൻ അങ്ങനെ വർക്കാക്കിയിരിക്കും. കാരണം സ്കെച്ച് ഒന്നും കാര്യമായിട്ടില്ലേനു ഈ കളറിന് പറ്റിയ. അപ്പൊ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചതാ. എന്നാലും റെഡി കണ്ണൂർതാ. 500 രൂപയ്ക്ക് ബർഗർ. ഏറ്റവും വലുത് 1500 രൂപ കീബോർഡ്. 1500 രൂപ കീബോർഡ്. 1000 രൂപയ്ക്ക്
ഫാന്. 1000 രൂപയ്ക്ക് ഫാന്, 1500 രൂപ കീബോർഡ്, പിന്നെ 500 രൂപ ബർഗർ അല്ലേ? ഇത് കുറച്ച് ടഫാണ്. ഇത് മൂന്നും ടഫാണ് സത്യം പറഞ്ഞാല്. ഇതൊക്കെ ഇത് 3 ടഫാ. ആ കീബോർഡ് കാണാൻ നല്ല ഭംഗി, പക്ഷെ കീബോർഡ് ആ ഒരു കീസൊക്കെ വരച്ചു വരുമ്പോഴത്തേക്ക് 10 മിനിറ്റ് എവിടെ എത്തും? അത് ഉറപ്പാണ്. അത് നടക്കൂല, കാരണം നല്ല കളറായിരുന്നു. അതെ, നല്ല കളറായിരുന്നു, പക്ഷെ അത് നടക്കും തോന്നില്ല. അതിലേക്ക് ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഫാന്, ബർഗർ, ഇതിലേതെങ്കിലും ഒന്ന്. ഇതില് ഞാൻ പറയുകയാണെങ്കിൽ ആ ബർഗർ വരയ്ക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ ബർഗർ വരച്ചാൽ 500 രൂപ കിട്ടുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ കഷ്ടപ്പെട്ടാല് ഫാന് വരയ്ക്കാൻ പറ്റും. അതിനോട് ഞാൻ ഫാന് സെലക്ട് ചെയ്ത്. ഞാന് ഒന്നും സെലക്ട് ചെയ്തില്ല. പക്ഷെ ഇതിൽ കളർ ചെയ്യാനൊന്നുമില്ല. ഇത് ആകെ വൈറ്റ് അല്ലേ ഇത്? അപ്പൊ അത് ബ്ലൂ മാത്രമേ ചെയ്യാനുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഫാന് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഈ റൗണ്ടില് ബർഗർ വരയ്ക്കാണ്. ഞാനും ബർഗർ വരയ്ക്കാണ്. ഞാനും ഫാന് വരയ്ക്കാണ്. ഓക്കെ, വൈറ്റ് കളർ സല്ലു തരാത്തോണ്ട് തന്നെ ഞാൻ ആഷ് വെച്ചിട്ട് ഫാന് വരയ്ക്കും. അല്ല, വൈറ്റിന് മതിയില്ല, ഇത് ഓൾറെഡി വൈറ്റ് അല്ലേ? എന്നിട്ട് ഞാൻ ബാക്കി എങ്ങനെ ആക്കൂത്? ഏത് ഇത് ഞാൻ എങ്ങനെ അങ്ങനെ ആക്കുന്നു? ഓക്കെ, എന്നാ ആഷ് വെച്ചിട്ട് വൈറ്റ് ആക്കിക്കോട്ടെ. ഓക്കെ, റെഡി. ഇനി ഞാനും ഷാമയും കൂടി കളർ റെഡി ആയിരിക്കും. ഓക്കെ, ഓക്കെ. 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ ബർഗറിന്റെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. ഞാനും ഇവിടെ ബർഗറിന്റെ ഔട്ട്ലൈൻ വരച്ചോണ്ടിരിക്കുക. ഞങ്ങള് കാണാൻ പോകുന്നത് 2 തരം ബർഗർ ആയിരിക്കും. അതെ, 2 ഇമാജിനേഷനും 2 ആളെ കഴിവും എല്ലാം കൂടി ആയിരിക്കും ഇപ്പൊ കാണാൻ പോകുന്നത്. അതെ, ഞാൻ ഫസ്റ്റ് തന്നെ അതിന്റെ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ ഇത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ വലിയ കുഴപ്പമില്ല, എനിക്ക് ഏകദേശം ഓക്കെ എന്ന് കണ്ടാൽ ആ ഔട്ട്ലൈനിൽ ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് വരും. ഗൈസ്, ഞാനിതാ ഏകദേശം ബർഗർ വരച്ച് കഴിഞ്ഞ് ഇനി കളറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനും ഇതാ ഏകദേശം ബർഗർ വരച്ചു കഴിഞ്ഞു, കളറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, 7 മിനിറ്റ് 32 സെക്കൻഡ് ബാക്കി. ശ്രീ എവിടെ എത്തി നോക്കാനുള്ള നേരല്ലേ ശ്രീ? ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ ഫാന്റെ ഷേപ്പ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഗൈസ്, ഇത് ഡബിൾ പാച്ച് ഉള്ളതാണ്, അപ്പം അതിങ്ങനെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഡീറ്റെയിലിംഗ്. അതെ, ഡീറ്റെയിലിങ്ങിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഇവിടെ ബണ്ണാണ് ഗൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ബണ്ണ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാന്ന് ഞാൻ വിചാരിക്കുന്നത്. അടിയത്തെ ലെയറും മുകളത്തെ ലെയറും ഞാൻ കളർ കൊടുത്ത് കഴിയാറായി. ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഫാനിത് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസും കൂടെ ഉണ്ട്. ആ സ്പേസ് വരഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഈ സ്പേസ് ഇല്ല, ഇതാണ് ഞാൻ വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമയം എത്രയുണ്ട്? 5 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. ഈശ്വര, ഇനി ഇതിന്റെ ഇല്ലൊക്കെ വരയ്ക്കണ്ടേ? ഇല്ലയോ? എന്നുവെച്ചാല് മറ്റേത് ഈ ഗൈസ്, ഞാനിത് ഇവിടെ എത്തിയിട്ട് ഞാനിത് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. കളർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാനിതാ ഏകദേശം ഒരു ഫൈനൽ ടച്ചിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്രയുണ്ട് സമയം സല്ലു? സമയം സല്ലു 3 മിനിറ്റ് 45 സെക്കൻഡ് ബാക്കി. 3 മിനിറ്റ്. നിങ്ങൾ കളറിങ് തുടങ്ങിയില്ലേ? കളറിങ് കഴിയാനായോ? ഞാൻ ആ പരിസരത്തേക്ക് എത്തിയിട്ടും കൂടിയില്ല. പക്ഷെ എനിക്ക് വർക്കൗട്ട് ആക്കി എടുക്കാൻ പറ്റുന്ന എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ലീഫ് വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഷേപ്പിൽ ചെറുതായിട്ടൊരു വ്യത്യാസം വന്നപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ വലിയ കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ചെറുതാക്കാം നമുക്ക്. ഇത്രയും വലിയ ലീഫ് വേണ്ട. എന്തൊക്കെ എവിടേക്കാന്നൊന്നും മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ കളറിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. എനിക്ക് വളരെ എന്താ പറയാ ഡള്ളായിട്ടുള്ള കളേഴ്സേ ഉള്ളൂ. അപ്പൊ ആഷ് കളർ വെച്ചിട്ട് ചുറ്റിനും ഞാനിത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. 2 മിനിറ്റ് 30 സെക്കൻഡേ ബാക്കിയുള്ളൂ. ഓക്കെ, ഞാനിതാ ഏകദേശം കഴിയാനായി ഗൈസ്. ഈ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം ഇനി ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് എനിക്ക് ആ ബർഗറിലേക്ക് നോക്കണമെങ്കിൽ. ഞാനിവിടെ ഔട്ട്ലൈൻ കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ലാസ്റ്റ് 1 മിനിറ്റ്. ഞാൻ ലീഫിന് പെയിന്റ് അടിക്കുന്നേ ഉള്ളൂ. ഷാമീൻ്റെ മാത്രം ഇടയ്ക്കൊന്നും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലാതെ ഒരു സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീൻ്റെ ഒന്നും നോക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല. ഏകദേശം കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ ഫൈനൽ ടച്ച് ചെയ്തോണ്ടിരിക്കുക. സമയം 30 സെക്കൻഡ് ബാക്കി. കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാനാ? അഞ്ചിനി എന്തിനാ വരച്ചോണ്ടിരിക്കുന്നത്? പേപ്പർ വരയ്ക്കണോ? പേപ്പറൊന്നും വരയ്ക്കണ്ട.
കംപ്ലീറ്റ് ചെയ്തത്. അത് നല്ല രസമുണ്ട്. നല്ല കറക്റ്റ് അപ്പൊ ഇതാണ് ഗൈസ് ഈ റൗണ്ടിൽ ഞങ്ങൾ വരച്ച സാധനങ്ങൾ. ഞാനും അഞ്ചും വരച്ചത് ബർഗർ. അതെ, ഞാൻ വരച്ച ബർഗർ ഇങ്ങനെയാണ് ഗൈസ്. ഇതിപ്പോ രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ട് കാണാൻ. ഞാൻ വരച്ചത് ഫാൻ ആയിരുന്നു ഗൈസ്. എനിക്ക് ഒരു പ്രതീക്ഷയിലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇല്ലികൾ ലാസ്റ്റിലേക്ക് വെച്ചതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായതാണ്. ബാക്കി ഷേപ്പ് ഒക്കെ ഞാൻ കറക്റ്റ് ആക്കി എടുത്തിട്ട് ഈ ഫാൻ ഈ ഫാന് പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അതിന് 1000 കൊടുക്കണം സല്ലു, 1000 കൊടുക്കണം. അത് നല്ല അതൊക്കെ ഞാൻ തീരുമാനിക്കും. ഇനി ഞങ്ങളതൊന്നും തീരുമാനിക്കും. ബർഗർ അങ്ങോട്ട് എടുക്കുന്നില്ല, അതും കൂടെ വെക്കുന്നു. ശരിയാണ്. 5ന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ ബർഗർ ഇങ്ങനെയാണ് ഗൈസ് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ അവള് വരച്ചതും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്പില്ല് ചെയ്ത് നിൽക്കുന്ന പോലത്തെ രീതിയിലാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെ അത് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റത് ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. ഒരു ബർഗർ തന്നെ രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് കാണുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, 5 സൈഡിൽ നിന്ന് കണ്ട സമയത്ത് കുറച്ച് സൈഡ് ചെരിവിലായിരുന്നു ബർഗർ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല അപ്പൊ ആ ചെരിവിൽ 5 വരച്ച്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇത് അതും ഇതൊക്കെ തെറിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആ രീതിയിൽ തന്നെ ആട്ടോ വരച്ചത്. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനും ഇതാ ഇവിടെ കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് വരച്ചത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ബർഗർ എന്ന് പറയുമ്പോ നമ്മൾ നേരത്തെ കോമിക്കായി വരച്ച പോലെ തന്നെ ഒത്തിരി കോമിക് ആയിട്ടും കൂടെയാണ് ഞാൻ വരച്ചത് കേട്ടോ. ഷാമിക്ക് സ്ട്രേറ്റ് വ്യൂ ഉള്ള പോലെ. എനിക്ക് കുറച്ച് സ്ട്രേറ്റ് വ്യൂ ആയി. അപ്പം ഈ റൗണ്ടില് 3 പേർക്കും പ്രൈസ് ഉണ്ട്. ഇത് ആർക്കും ഡിസിഷൻ എടുക്കാൻ പറ്റില്ലല്ലേ? അല്ല ശ്രീക്ക് 1000 രൂപ. അല്ല അടക്കപ്പോ 1500 ഇത്. പ്രൈസ് മണി താങ്ക് യു. 1000 രൂപ. 500 രൂപ. അപ്പൊ ഇപ്പൊ ടോട്ടല് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാല് 1000 200 എനിക്ക് 1200 രൂപയുടെ കേസ് എനിക്ക് 1500 രൂപയാണ് ഗൈസ് കിട്ടിയത്. ഷാമിക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയിട്ടുള്ള പൈസ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഫസ്റ്റത്തെ ആ പൈനാപ്പിളിന്റെ 500ഉം ഇപ്പത്തെ ഇതിന്റെ 500ഉം കൂടെ 1000 രൂപയാണ് ഗൈസ്. ഞങ്ങൾക്ക് കിട്ടിയ പൈസയും കൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് ഈ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഞങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണിത്. ഡിഫറൻറ്റ് നിങ്ങൾ മറന്നു കളയാം. പക്ഷെ അടുത്ത പ്രാവശ്യം വരയ്ക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കി വരയ്ക്കും. അല്ല ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുറച്ച് സമയം ഉണ്ടെന്ന്. പക്ഷെ വരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയി പോകും. ഔട്ട്ലൈൻ കൊടുക്കണം, കളർ കൊടുക്കണം, അങ്ങനെ ഡീറ്റെയിൽസ് നോക്കണം. അപ്പൊ നമുക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വേണമല്ലോ വരയ്ക്കണം. അതെ, പിന്നെ ഷാമി ഏറ്റവും വലിയൊരു ചാലഞ്ച് ഏറ്റെടുത്തിട്ടാണ് ഇപ്പൊ വിന്നർ ആയിട്ട് ബിരിയാണി വരച്ച് വിന്നർ ആയതാണ്. ആ ബിരിയാണി നമുക്ക് കൊടുക്കൂലേ? ബിരിയാണി കൊടുക്കുവോ? ബിരിയാണി ബർഗർ നമുക്ക് രണ്ടാക്കും. ബർഗർ എനിക്കുള്ളതാണ്. നിങ്ങൾ 2 പേരില്ലേ എങ്ങനെ കഴിക്കും? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത്. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാൻ പറ്റുന്ന അടിപൊളി വീഡിയോ ഉണ്ട്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ദിസ് ഇസ് ശ്രീലക്ഷ്മി, This is Shamya. this is Sanjita signing off.